രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നും സുപ്രീം കോടതിയിൽ വാദം തുടരും. റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം ഇന്നത്തോടെ പൂർത്തിയാകും. റഫറൻസിനെ എതിർത്ത് കേരളം ഇന്ന് വാദം ഉന്നയിക്കും. ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിർത്തണമെന്നാവശ്യമാകും കേരളം മുന്നോട്ട് വയ്ക്കുക. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാഷ്ട്രപതിയുടെ റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം ഇന്ന് അവസാനിക്കുകയാണ്. കേരളവും എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് കോടതി നടപടികൾ എങ്ങനെയായിരിക്കും? ക്രിസ്റ്റീന, റീജിത്ത്, ഇന്ന് രാഷ്ട്രപതി റഫറൻസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഈ കേസിൽ പ്രധാനമായും ഈ ഇക്കാര്യത്തെ എതിർക്കുന്ന രാഷ്ട്രപതി റഫറൻസിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ വാദങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. കേരളമായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുക. കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാലായിരിക്കും സുപ്രീം കോടതിയിൽ ഹാജരാകുക. പ്രധാനമായും ഈ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ആവശ്യമാണ് എന്നും ഇത് സംസ്ഥാനത്ത് വലിയ ഭരണപ്രതിസന്ധി അല്ലാത്ത പക്ഷം ഉണ്ടാകാൻ ഇടയാകുന്നു എന്നും ഈ കഴിഞ്ഞ കാലം ഇത്തരത്തിൽ സുപ്രീം കോടതിയെ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനാണ് കേരളം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തമിഴ്നാട് അടക്കമുള്ളവർ ഈ സമാനമായ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഗവർണർക്ക് വിവേചനാധികാരം നൽകുന്നത് വലിയ ഭരണസ്തംഭനവും ഒപ്പം തന്നെ ഭരണഘടനാ സ്തംഭനവും ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ വാദങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉയർന്നു വന്നിരുന്നു. അതേസമയം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കവേ വാക്കാൽ നടത്തിയ നിരീക്ഷണങ്ങൾ അത് രാഷ്ട്രപതി റഫറൻസിനെയും ഒപ്പം തന്നെ ഈ എല്ലാ കേസുകളിലും ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എല്ലാ ഘട്ടത്തിലും എന്നുള്ള തരത്തിലായിരുന്നു. മറിച്ച് ആവശ്യമായ ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ള വാക്കാൽ നിരീക്ഷണമായിരുന്നു സുപ്രീം കോടതി നടത്തിയത്. എന്തായാലും ഇന്ന് എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ വാദം പൂർത്തിയാകും. പിന്നീടാകും കേന്ദ്രത്തിൻ്റെതടക്കമുള്ള വാദങ്ങൾ നടക്കുക. ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ നിയമ വിദ്യാർത്ഥികൾ പോലും ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. എന്ത് തീരുമാനമാകും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളത് ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന, റീജി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് രാഷ്ട്രപതി റഫറൻസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. കോടതിയിൽ ഇന്ന് അതിനെ എതിർക്കുന്നവരുടെ വാദം പൂർത്തിയാക്കും. കേരളവും ഇന്ന് എതിർപ്പ് ഉന്നയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.